കപ്രിക്കാട് എലിഫന്റ് ക്യാമ്പ് 9 പേരെ കൊണ്ട് ആ കോലങ്ങനെ വെച്ച് വെച്ച് ശീലായി തോന്നുന്നുണ്ട് ആശക്ക്. ഇവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു. അടുത്ത വെച്ചോ. ഇത് വലുതാണല്ലേ. ഇൻട്രോയിൽ കണ്ടുപോലെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അഭയാരണ്യത്തിലാണ്. അരിക്കൊമ്പനെ പോലെയുള്ള വില്ലന്മാരെയൊക്കെ ഉണ്ടല്ലോ മെരുക്കിയെടുക്കുന്ന എലിഫന്റ് ട്രെയിനിങ് സെൻറ്റർ, അതാണ് അഭയാരണ്യം. കപ്രിക്കാട് മിനി സൂ എന്നൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ആനകൾ മാത്രമല്ല, ഡിയർ പാർക്ക്, കിഡ്സ് പാർക്ക്, റെഡ് സാൻഡിൽ പാർക്ക്, ബട്ടർഫ്ലൈ ഗാർഡൻ, അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കപ്പോൾ അതെല്ലാം ഒന്ന് ചുറ്റിക്കാണാം. എല്ലാവരും കൂടെ കൂടിക്കോ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതാ ഈ എക്കോ ഷോപ്പാണ്. ഈ ഫോറസ്റ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്യുവറായിട്ടുള്ള ഹണി, പിന്നെ ഒരുപാട് ആയുർവേദിക് പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. കുറച്ചിങ്ങ് നടന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എൻട്രി ബോർഡ് കാണാം കേട്ടോ. അങ്ങനെ അങ്ങോട്ടൊക്കെ നടന്നപ്പോഴാണ് കുറച്ച് ബോർഡുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അഭയാരണ്യത്തിലേക്ക് കടന്നാൽ നമുക്ക് പോകേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പോരാത്തതിനൊരു വാർണിംഗ് ബോർഡും ഉണ്ട്. നമ്മളെല്ലാവരും CCTV നിരീക്ഷണത്തിലാണെന്ന് കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഇതിൽ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നമുക്കപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ എൻട്രി ഫീസുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഉള്ളിലേക്ക് കയറുവാണ്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് കേട്ടോ. ഈ ബോർഡ് ഒന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പേരുകളൊക്കെ എന്താണെന്നറിയോ? ഇവിടെ ഉള്ള സസ്യങ്ങളുടെയൊക്കെ പേരുകളാണ്. ഞങ്ങൾ വന്നപ്പോൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ ഒരു ബട്ടർഫ്ലൈനെ കണ്ടുള്ളൂ. എന്നാലും ഇവിടെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ബട്ടർഫ്ലൈസിൻ്റെ ഫോട്ടോകളാണെന്ന് തോന്നുന്നു ഈ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇവർ ഈ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ബോർഡ് നോക്കിയേ. ഇതിനകത്ത് ഇവിടെയുള്ള ഔഷധ സസ്യങ്ങളുടെ പേരുകളാണ് കേട്ടോ ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. എലിഫന്റ് ക്യാമ്പിലേക്കും ഡിയർ പാർക്കിലേക്കൊക്കെ ഉള്ള പോകാനുള്ള ദൂരം ഇനി ഇത്രയുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് നടന്നാലോ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കും. നമുക്ക് നേരെ പോകണം. ഇതുവഴി പോകണം നമുക്ക്. കപ്രിക്കാട് മിനി സൂ. വെൽക്കം. ശരിക്കും ഒരു കാട്ടിൽ കൂടെ നടന്നു പോണ ഫീൽ ഉണ്ടല്ലേ? ഡു നോട്ട് ഫീഡ് അനിമൽസ്. അങ്ങനെ ഡിയർ പാർക്ക് എത്തിക്കുവാണ് കേട്ടോ. ഇവിടുത്തെ അനിമൽസിനൊന്നും നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. അതവർ സൈൻ ബോർഡ് കൊടുത്തിരിക്കണേ. നമുക്കപ്പോൾ മാനുകളെയൊക്കെ കണ്ടാലോ? കുറച്ച് പേര് ഇരുന്ന് റെസ്റ്റ് ചെയ്യണു, വെള്ളം കുടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്ത് സുഖമുള്ള ജീവിതം. കടുവേനെ പേടിക്കണ്ട, പുലിനെ പേടിക്കണ്ട, സുഖമായിട്ട് തിന്നുക, കുടിക്കുക, ഉറങ്ങുക. ഡിയർ പാർക്കുള്ള ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് ചുറ്റി നോക്കിയേ. എന്ത് ഭംഗിയായിട്ട് അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. എത്ര പേര് ഇവിടെ വന്നാലും സുഖമായിട്ട് വെയിലൊന്നും കൊള്ളാതെ കാറ്റും കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം, നടക്കാം. അടിപൊളിയാണ്. ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. ഡയറക്റ്റ് വന്നാലേ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് സാമ്പാർ ഡിയറിനെ കാണാം കേട്ടോ. അവന്മാർ ഇവിടെയാണ് കിടക്കണം. എല്ലാവരും ഫുഡും കഴിച്ച് തണലത്തേക്ക് പോയി നിൽക്കുക. ദൂരെ ആയതുകൊണ്ട് നമുക്ക് മര്യാദക്ക് കാണാൻ പറ്റണ്ടായിരുന്നില്ല. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഹായ്, അയാൾ നോക്കുന്നുണ്ട്. ഇത് ഫീമെയിൽസാണ്, കൊമ്പില്ല. എല്ലാത്തിനെയും തരം തിരിച്ചിട്ടിരിക്കുക. അപ്പുറേ മെയിലുകളും ഇപ്പുറത്ത് ഫീമെയിലുകളും. മാനുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ വേറൊരു ആശാനെ കണ്ടത്. അവിടെ ഒരു ഉടുമ്പ് നിൽക്കുന്നതുണ്ടോ. ഞങ്ങൾ കുറേ പാടുപെട്ടു അതിനൊന്ന് അനങ്ങിയില്ല. അത് അവിടെ തന്നെ നിന്നു. ലാസ്റ്റ് ഞങ്ങൾ തോറ്റിങ്ങോട്ട് പോന്നു. അതൊന്ന് മൂവ് ചെയ്യണ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ കുറച്ചുകൂടിയും വേറെ എന്തെങ്കിലും വെറൈറ്റി അനിമൽസും കൂടി ഇവിടെ വേണമായിരുന്നു അല്ലേ? നോ എൻട്രി. അങ്ങോട്ട് എന്താണാവൂ? നോ എൻട്രി ബോർഡ് കണ്ണോടത്തേക്ക് പോകാൻ തോന്നുന്നു. എത്തി മോനെ. അങ്ങനെ നമ്മൾ അഭയാരണ്യം എത്തിയേക്കാണ്. കപ്രിക്കാട് എലിഫന്റ് ക്യാമ്പ്. നിൽക്കണം നമ്മുടെ മുത്തുമണീസ്. നമുക്ക് ഉള്ളിലായിട്ട് പോവാം. ഞാൻ ഈ യെല്ലോ ബോട്ടിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അപ്പുറത്ത് കൂടെ പോകുന്നു. നിരന്ന് നിൽക്കണ കണ്ടാ.
ഇതാണ് നമ്മുടെ പാർവതി. പാർവതി എപ്പോഴും ഡാൻസ് കളിച്ചോണ്ടേയിരിക്കും. പാർവതിക്ക് 21 വയസ്സ്. പാർവതി അങ്ങനെ പാർവതി കഴിഞ്ഞിട്ട് അടുത്തത് അഞ്ജന. ഈ അഞ്ജന പാർവതിനെക്കാട്ടി ഇത്തിരി ലുക്കാണ്. അഞ്ജനേനെ അഭയാരണ്യത്തിലേക്ക് കിട്ടുമ്പോൾ 1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 2007 ഇവർക്ക് ഇതിനെ കിട്ടുന്നത്. ഈ കാട്ടാന കൂട്ടങ്ങളൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമല്ലോ, ആ ടൈമിൽ കിണറ്റിൽ വീണ് അവശ്യ നിലയിലായിട്ടാണ് ഈ അഞ്ജനേനെ ഇവർക്ക് കിട്ടുന്നത്. അടുത്താണ് ആശ. 20 ഡാൻസ് തുടങ്ങിയാലോ. ഈ ആശക്കും ഇവിടെ വരുന്നതിനൊരു സ്റ്റോറി ഉണ്ട്. 2005 ആശ ഇവിടെ എത്തുന്നത്. അതുപോലെ തന്നെ കിണറ്റിൽ വീണ് അവശ്യ നിലയിൽ കിടക്കുന്ന രൂപത്തിലാണ് അഭയാരണ്യത്തിലേക്ക് ഇവളെ കിട്ടുന്നത്. 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആശക്ക് അന്നേരം. നമ്മളെ കണ്ടപ്പോൾ കാണിക്കാൻ തോന്നുന്നുണ്ടാ. ആശ എടുത്തെറിയോ കോല് വെച്ച്? അടിപൊളി. അതെ, ആ കോലങ്ങനെ വെച്ച് ശീലായി തോന്നുന്നുണ്ട് ആശക്ക്. ആ കോല് വെച്ച് നോക്കി. എന്നിട്ട് അനങ്ങാതെ വെക്കണം. ഹായ് ആശ. ഹായ് തന്നതാണോ? ഹായ്. ദി അടുത്ത് വെച്ച് നോക്കിക്കാം. ഇറച്ചി ചെയ്തിട്ട് പല്ലിലിടയ്ക്ക് അറിയോ? നന്നായിട്ടുണ്ട് കേട്ടാ. വിശക്കുണ്ടെന്ന് തോന്നിട്ടാ. ഇല്ല, ആ കോലെടുത്തതാണ്. ഇനി എവിടെ കുത്താൻ പോണേ? മൂക്കി കുത്ത്. അത് തന്നെ എടുത്തിട്ടാ. അത്ര വലിയ ചെറിയ സാധനം കറക്റ്റായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ കാണിക്കാൻ വേണ്ടി ഇത്രയും നേരം അടങ്ങിയിരിക്കായിരുന്നു. നമ്മൾ വന്നപ്പോഴാണ് ഈ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ ആശേൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പോവാണ്. അടുത്തത് ഹരിപ്രസാദ്, 53 വയസ്സ്, കോടനാട്. ഈ ഹരിപ്രസാദിനെ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവന്നത്. അവിടെ ഇടഞ്ഞ് ആകെ സീനാക്കിയപ്പോൾ 2012 ഹരിപ്രസാദിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അടുത്തത് ഇതാരാ? സുനിതയ്ക്കും ഉണ്ട് കേട്ടോ പ്രത്യേകതകൾ. സുനിത ഇവിടെ വരുമ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. മുത്തങ്ങയെന്നാണ് സുനിതേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ വെച്ചായിരുന്നു സുനിതേൻ്റെ ഡെലിവറി. പിന്നെ നല്ലൊരു കുട്ടിക്കൊമ്പനെയാണ് ഇവർക്ക് കിട്ടിയത്. അതിനെ തിരിച്ച് മുത്തങ്ങയിലേക്ക് തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോയി എന്നാണ് കേട്ടത്. അടുത്ത് നമ്മൾ പീലാണ്ടി ചന്ദ്രുവിനെ കാണാൻ പോകണം. സ്പെഷ്യലായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചേക്കണേന്ന് എനിക്ക് തോന്നണം. പീലാണ്ടിനെ അവന് ഇച്ചിരി ഡേഞ്ചറാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പീലാണ്ടി ചന്ദ്രുവിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരു വീഡിയോയിൽ കണ്ടത് വയനാട് വിറപ്പിച്ച് അവിടെ 9 ആളുകളെ കൊന്നിട്ട് അവിടെ നിന്ന് നല്ല നടപ്പിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ മെരുക്കിയിട്ടേക്കണതാ. പീലാണ്ടിനെ അപ്പുറത്തിട്ടേക്കായിരുന്നു. പക്ഷെ അവന്റെ ഹിസ്റ്ററി അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ അഭയാരണ്യത്തിൽ വരുന്ന മിക്കവരും ഒന്നിലും എന്തെങ്കിലും കാട്ടാനകൾ ഈ അസുഖങ്ങളായിട്ടൊക്കെ ഉള്ളവരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള പ്രശ്നക്കാരെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങനെയൊക്കെയാണ് കൂടുതലും ഇവിടെ ഗസ്റ്റായിട്ട് വരുന്നത്. ആനപ്പിണ്ട. ഇങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ചോളയാറ് നമുക്കിപ്പോ ഈ ആനപ്പിണ്ടം കാണുമ്പോ ആനനെ കാണാന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ കാണാന്നില്ല, അവിടെ കെട്ടിയിട്ടുണ്ട്, ചങ്ങലയിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ഒരുപാട് നടക്കാണ്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി വന്നിട്ടില്ല. ആണോ? നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കണല്ലേ ഇവിടെയൊക്കെ. ഒരു ഒച്ചയനക്കൊന്നും ഇല്ലാതെ കിളികളുടെ സൗണ്ട് ഉണ്ട്. ഇത് എത്ര വർഷം പഴക്കമുള്ള മരങ്ങളായിരിക്കും അല്ലേ. ഇതിൻ്റെ ഇടയിൽ കുറേ ഔഷധ മരങ്ങളുണ്ടാകും. നല്ല ആംബിയൻസ്. ഇവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് തന്നെ നമുക്ക് മൈൻഡൊക്കെ ഓക്കെ ആവും. പീലാണ്ടി ചന്ദ്രുവിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ ശൈര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ 5/5/2017 വനം വകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കുകയായിരുന്നു. ചന്ദ്രു എന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ്. കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തനും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണ്.
ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു. മെരിക്കാൻ വേണ്ടി കൂടെ വിട്ടേക്കാണ്. ഇവിടെ ആള് ഭയങ്കര പെശക്കത്. ഇതാണ് താൽക്കാലം. ഇത് ഇതേക്കാക്ക ഈ കൂടാണ്. ഇത് പ്രശ്നക്കാരനെ ഇടുന്നതാണ്. ജയിൽ, അവരൊരു ജയിലായിരിക്കും. മെരിക്കാൻ ഇടുന്ന സ്ഥലമാണ് ഇത്. ഈ കാട്ടിനൊക്കെ ആനേനെ കൊണ്ടുവന്നിട്ട് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റുക. ഇത്തിരി പ്രശ്നക്കാരനാണ്. പീലാണ്ടിനെ കണ്ടിട്ടില്ല? ഇത്തിരി പ്രശ്നക്കാരനാണ്. അതെ, പീലാണ്ടി ഓസില് കുളിക്കും. ഇപ്പൊ പീലാണ്ടി നല്ല ഡീസന്റ് ആയിട്ടാണ്. അതൊന്നും പറയാൻ പറ്റൂല. പീലാണ്ടീനെ സത്യം പറഞ്ഞ പീലാണ്ടീനെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കുറ്റം പറയില്ല. പീലാണ്ടി ഫാൻസ് ഉണ്ടാവും. വെറുതെ നമ്മുടെ വീഡിയോ എൻട്രി അടുത്ത് കാണുന്നുണ്ടായിരുന്നു. പീലാണ്ടി ചന്ദ്രു 49 വയസ്സ്. കുമ്പൊക്കെ ഒരേ ചെറുത് വരണം വലുത്. 9 പേരെ കൊന്നിട്ടുണ്ടല്ലേ? 9 പേരെ കൊന്നതാ. ലാസ്റ്റ് ശല്യം സഹിക്കാതെ എപ്പോഴാ പിടിച്ചുകൊണ്ട് ഇവിടെ കിടത്തിയത്. ഈ കാല് കെട്ടുന്നു. കേൾക്കാൻ പറ്റില്ല ചേട്ടാ. അട്ടപ്പാടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് 9 പേരെ വരെ കൊന്നിട്ടുള്ള ഒരു ആനയാണ് ഈ പീലാണ്ടി ചന്ദ്രു. അത്രയും പേരെ കൊന്ന ഒരു ആനയായിട്ടും അവിടെയുള്ള ഒരു വലിയ വിഭാഗം ട്രൈബൽസിനും ഇവനോട് ഒരു വല്ലാത്ത സ്നേഹവും ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു വലിയ കൂട്ടം തന്നെ ട്രൈബൽസ് ഇവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രു കൊന്ന ആളുകളിലെ ലാസ്റ്റ് ആളുടെ പേരാണ് ഈ പീലാണ്ടി ചന്ദ്രു എന്നുള്ളത്. അന്ന് വന്ന ട്രൈബൽസാണ് ഇവനിക്ക് ഒരു പേര് ഇവിടെ ഇട്ടേക്കണേ. ചന്ദ്രു എണീക്കണ മട്ടില്ല, കുളി തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. നമ്മൾ പോവാണ്, വേറെ ഏരിയയിലേക്ക് പോകണം. അപ്പോൾ ചന്ദ്രുവിൻ്റെ കുളി നടക്കട്ടെ. ഇവിടെ വേറൊരു ആനയും കൂടി ഉണ്ട്. അവർ എനിക്ക് കുറച്ച് നിർത്തേക്കും. അഭിമന്യു, ഇവനാണ് അഭിമന്യു. ഇവനെ ഇങ്ങോട്ട് നീക്കി ഒറ്റയ്ക്ക് നിർത്തിയേക്കണം. എന്താണെന്ന് അറിയില്ല. ഇത് ഇവിടുത്തെ ആനകൾക്ക് കുളിക്കാനുള്ള ഷവറാണ്. ഓക്കെ, നമുക്ക് ടൈമില്ല. അപ്പോൾ ഇതാണ് എക്സിറ്റ്. ഇതിലേ നടക്കണം. ബാക്ക് സൈഡ് മാനുകളുടെ അതിൻ്റെ ഷെഡ്, അതിൻ്റെ ബാക്ക് സൈഡാണത്. അതെ, ഇവിടുന്ന് മാനിൻ്റെ നിഴൽ കാണാം അവിടെ നിൽക്കുന്നത്. ലോഡ് വന്ന വഴി. ആനകളുടെ കടവ്. ഈ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതിന്റെ മേലേക്ക് 5 പേർക്കാണ് ഇതിന്റെ കപ്പാസിറ്റി ഉള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാക്സിമം 5 പേർക്ക്. ഇതൊരു വിശ്രമിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ഒരു കൂളിങ്ങും ഭയങ്കര ഒരു നല്ല രസം. മരം കൊണ്ട് തന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാം നാച്ചുറൽ തിങ്സ്, ഒന്നുമില്ല ആർട്ടിഫിഷ്യലായിട്ട്. ഇല്ലയാണ് ഇല്ലല്ലോ മുള പരിചയപ്പെടുത്താൻ വേണ്ടി അതൊന്ന് ഫുള്ളായിട്ട് ബാക്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ച് അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇരിക്കാനും നല്ല സമാധാനമായിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ എന്ത് ഭംഗിയാലേ. ഈ മുള എങ്ങനെ വെച്ച് വന്നിട്ട് അതെ ഇവിടുന്ന് അങ്ങോട്ടാന്ന് തോന്നുന്നു ചന്ദന മരങ്ങൾ. ഇതിലേതാ ചന്ദനം എന്നാവോ? അയ്യോ, ഇതിന്റെ വലിപ്പം കണ്ടാ.
ഇത് ഇതിൽ വീഡിയോയിൽ ഇതിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഡയറക്റ്റ് നല്ല തടി. ഇതാ അപ്പുറത്ത് കൊണ്ടുവരണം. റെഡ് സാൻഡിൽസ്, രക്തചന്ദനം ഇതല്ലേ. ഈ ചെറുതുകള് ഇവിടുന്ന് ഒരുപാട് അങ്ങോട്ട് ഉണ്ട് കേട്ടാ. ഈ ബോർഡ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ വന്നവരെല്ലാവരും ഇതില് കിള്ളി നോക്കിയേക്കാൻ എല്ലാവരും നുള്ളി നോക്കിയേക്കാന്ന് തോന്നുന്നു. ഇത് ഇവിടെ മാത്രം ആളുകൾക്ക് പിടിക്കാൻ പാകത്തിന്, വേറെ എവിടെ ഇല്ല. ഈ ചെറുതുകളെല്ലാം ചന്ദനമരങ്ങളാ. അടിപൊളി. കൊറേ നേരം ഇരിക്കാൻ തോന്നുന്നു ഇവിടെ, പക്ഷെ നമുക്ക് സമയമില്ല. വേറെ മൂഡ്. ഇവിടെ ആനേന്റെ കുളിക്കടവ് അപ്പുറത്തല്ലേ, അവിടെയാണ് ആനേന്റെ കുളിക്കടവ്. ഇപ്പൊ ആനകളൊന്നും ഇനി വൈകുന്നേരം ആനകളെ കുളിക്കാൻ കൊണ്ടുവരുള്ളൂ, അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് കാര്യം. പണിയാൻ വേണ്ടി ചതച്ച് മേളിലിടാനാണ്. മനസ്സിലായില്ല എന്താ മുള? ചതച്ചിങ്ങനെ പരത്തിയിട്ട് ഇതിന്റെ മേളിലിങ്ങനെ ഇടാനായിരിക്കും. ഇതും വരും പുല്ല് ഇങ്ങനത്തെ ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇവിടെ. പിന്നെ ഈ സൈഡിലൊക്കെ ചിലപ്പോ ഇതായിരിക്കും. മനസ്സിലായ എന്താ? ഇതാ വലുതാ. രക്തചന്ദനം. ഇത് വലുതാണല്ലേ. ഇത് പാർക്ക്. ഇതാണ് ഇവിടുത്തെ കുട്ടികളുടെ പാർക്ക്. നല്ല നല്ല ആംബിയൻസ്. നമുക്ക് പോകേണ്ട വഴി ഇതാണ്, പുറത്തേക്കുള്ള വഴി. എലിഫന്റ് ആപ്പിൾ. ഒരുപാട് മരങ്ങൾ, വെറൈറ്റി നോനി ജമൈക്കൻ പഴം. ഇവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നത്. ഹായ്, ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോൾ വന്നേക്കണേ. അശോകം കുറെ ആയുർവേദം പരമായിട്ടുള്ള കുറെ മരങ്ങളുണ്ട് ഇവിടെ. ഇതിൽ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ പേര്, ഡീറ്റെയിലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സിറ്റായി നമ്മൾ പോവാണ്. അഭയാരണ്യത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നന്ദി. വീണ്ടും വരിക. ഓക്കെ, വീണ്ടും വരാലോ. ഓക്കെ, പോവാം.